ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ ലോ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അത് എത്രത്തോളം പ്രാധാന്യം അല്ല, അത് നിയമമായിട്ട് മാത്രമേ സാധനമുള്ളൂ. പക്ഷെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇല്ല. സോഷ്യൽ മീഡിയയിൽ ഒരാളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് തെറ്റുകാരനാണെങ്കിൽ അയാൾ തിരിച്ചൊന്നും വന്ന് പറയൂല. ഇത് തന്നെ റിപ്പോർട്ട് അടിച്ച് ചാനലിലൂടെ അത്രയും പേടിയുള്ള ആൾക്കാർ. ഇൻസ്റ്റാഗ്രാമിൽ ഈ കോണ്ടന്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏതോ ഒരു പർട്ടിക്കുലർ ടൈമില് നമ്മുടെ എന്തോ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാഷ്വൽ മെസ്സേജ് അയച്ചു. പിന്നെ അവൻ കോൺടാക്ട് നമ്പർ വന്ന് പിന്നെ റെഗുലർ ആയിട്ട് എല്ലാ ദിവസവും കോൺടാക്ട് ഉണ്ടായിരുന്നു. കോൺടാക്ട് മീൻസ് ഹെൽത്തി കോൺവെർസേഷൻസ് മാത്രം. ചിലപ്പോഴാണ് കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംസാരിക്കുള്ളൂ. ഇനി ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും വീഡിയോ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ലീഗൽ സൈഡ് ഒക്കെ നോക്കാണ്ട് ഞാൻ അവളോട് ചോദിക്കും. അതായത് എന്റെ ഒരു പേഴ്സണൽ കാര്യം പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു. ഞാനപ്പോ അത് പറഞ്ഞു, എന്തിനാണ് ഈ ഒരു കാര്യം ഇപ്പൊ എടുത്ത് നീട്ട് സംസാരിക്കുന്നത്, നിന്നുള്ള ഒരു ട്രസ്റ്റിന്റെ പുറത്തൊന്ന് സംസാരിച്ചതാണ്. അപ്പോഴാണ് പുള്ളി പറഞ്ഞത്, ആ വിശ്വാസാഞ്ജലി ഒന്നും ഞാൻ കാണിക്കത്തില്ല കേട്ടോ, പക്ഷെ ഓൾറെഡി വിശ്വാസാഞ്ജലി കാണിച്ചോളാം. റെസ്പോൺസ് കേരളയിൽ ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് ഹലോ മല്ലൂസ് എന്ന് അറിയപ്പെടുന്ന ലിയാസ് ലത്തീഫാണ്. ലിയാസ് ലത്തീഫിന്റെ റെസ്പോൺസ് കേരളയിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ എന്താണ് ലിയാസ് ലത്തീഫിന്റെ ഒരു പ്രൊഫൈൽ ഒന്ന് പറയാമോ? പ്രൊഫൈൽ ഞാൻ ആക്ച്വലി ഒരു ഏവിയേഷൻ ഇൻഡസ്ട്രിയിലായിരുന്നു, എയർലൈൻ സ്റ്റാഫ് ആയിരുന്നു. അപ്പൊ തൊട്ടേ ഈ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞ സാധനം ഇഷ്ടമുള്ള പരിപാടിയാണ്. ടിക്ടോക്കിൽ വന്നപ്പോഴേക്കും വലിയ റീച്ച് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ മറ്റേ റീച്ചിലൊക്കെ ആ സാധനത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പെട്ടെന്ന് അതിൻ്റെ ഒറ്റ ദിവസം കൊണ്ടാണ് ഒറ്റ ദിവസം ഒരു മാസം കൊണ്ട് ക്ലിക്കായി 1 lakh ഫോളോവേഴ്സ് ഒക്കെ. അങ്ങനെ കുറെ കണ്ടന്റ് ഒക്കെ ആയിട്ട് ചെയ്തു പോയ സമയത്താണ് മറ്റേ മേരെ പാരി ദേശവാസിയോ രാത്രിക്കോ ചൈന ആപ്പ് വന്ന് കരുവെന്ന് പറഞ്ഞവർക്ക് അത് ബന്ധായി. അങ്ങനെ അപ്പം നമുക്ക് ഭയങ്കര ആദർശമായിരുന്നു. നമ്മള് ഇൻസ്റ്റാഗ്രാമിലേക്കൊന്നും പോകില്ല, ടിക്ടോക്ക് തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ ടിക്ടോക്കും പോയി ഇൻസ്റ്റാഗ്രാമിലോട്ട് ഞാൻ വന്നില്ല. പിന്നെ യൂറോപ്പിലേക്ക് എത്തി. ഇപ്പം ലൈവേഷൻ ഫീൽഡായിരുന്നു, യൂറോപ്പിലേക്ക് എത്തി. യൂറോപ്പിൽ കുറച്ച് അടിച്ച് പൊളിച്ച് തകർത്തിടുന്നു. ആ സമയത്ത് അതൊരു പേഴ്സണൽ കാര്യമാണ്, അതൊക്കെ ഞാൻ കിടക്കുന്നില്ല. ഞാൻ മാരീഡ് ആയിരുന്നു ആ സമയത്ത്. പിന്നെ ഡിവോഴ്സ് ആയി, അവിടെ വെച്ച് ഡിവോഴ്സ് ആയിരുന്നു. ഒരിക്കലും നമ്മൾ പേഴ്സണൽ കാര്യങ്ങളോ ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങളോ ഇട്ടിട്ടല്ല സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ നടക്കുന്നത് ആക്ച്വലി അതാണ്. സോ ആക്ച്വലി ഓക്കെ, ഞാൻ അങ്ങനെയാണ് ഈ ഒരു കോണ്ടന്റിലേക്ക് വന്നത്. എന്ത് റിയാക്ഷൻ വീഡിയോസ് ഇൻസ്റ്റയിലായിരുന്നു ചെയ്തു തുടങ്ങിയത്. പിന്നെ അത് ഫേസ്ബുക്കിലേക്ക് വന്നു, ഫേസ്ബുക്കിൽ നിന്ന് യൂട്യൂബിലേക്ക് വന്നു. യൂട്യൂബിൽ ഒരു ചാനൽ ഉണ്ടായിരുന്നു, ചാനലും പോയി. എങ്ങനെ പോയെന്നുള്ളത് പഴയ ചാനൽ പോയത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഇതൊക്കെയാണ് അതിനകത്ത് എഴുതി വെച്ചേക്കണേ. അങ്ങനത്തെ കണ്ടന്റ് ഒന്നും അതിലില്ല. എന്തോ വലിയ കുറ്റം ചെയ്ത പോലെയാണ് ചാനൽ എടുത്ത് വീഡിയോ പോവും, വീഡിയോ റിമൂവ് ആവും. പക്ഷെ ചാനൽ റിപ്പോർട്ട് അടിച്ചാലൊന്നും അങ്ങനെ പോകത്തൊന്നുമില്ല. എന്റെ ചാനലിലേക്ക് റിപ്പോർട്ട് അടിക്കാൻ ഞാൻ ആര് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും അതിന്റെ ഒരു ഇത് വന്നിട്ടില്ല. 48 hours വരേണ്ടത് ഇപ്പോഴും ഒന്നും വന്നിട്ടില്ല. മിണ്ടാതിരി വരും. ഒരു 6 മാസത്തിനുള്ളിൽ ചാനൽ വരും. എന്റെ മാനേജർ കഷ്ടപ്പെട്ട് പണിയെടുത്തോണ്ടിരിക്കുന്നുണ്ട് ചാനൽ. ഓക്കെ, അപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഈ കോണ്ടന്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏതോ ഒരു പർട്ടിക്കുലർ ടൈമില് നമ്മുടെ തുടങ്ങാൻ അതിന് പറഞ്ഞു തുടങ്ങിയത് ശരിയാവത്തില്ല. എന്റെ കാസറ്റിനെ ഞാൻ പരിചയപ്പെട്ടത് ലൈക്ക് എന്തോ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാഷ്വൽ മെസ്സേജ് അയച്ചു. പിന്നെ അവൻ കോൺടാക്ട് നമ്പർ വന്ന് പിന്നെ റെഗുലർ ആയിട്ട് എല്ലാ ദിവസവും കോൺടാക്ട് ഉണ്ടായിരുന്നു. കോൺടാക്ട് മീൻസ് ഹെൽത്തി കോൺവെർസേഷൻസ് മാത്രം. ചിലപ്പോഴാണ് കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംസാരിക്കുള്ളൂ. ഇനി ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും വീഡിയോ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ലീഗൽ സൈഡ് ഒക്കെ നോക്കാണ്ട് ഞാൻ അവളോട് ചോദിക്കും. കാര്യം അപ്പന് നല്ലൊരു നോളജ് ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച്. സോറി, അതെന്ത് ഐ മീൻ ഞാൻ അങ്ങനെ കുറെ ചോദിച്ചിട്ടാണ് ഈ ഓരോരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇന്ന വീഡിയോ ചെയ്ത് ഇന്ന വിഷയം ഉണ്ടാവുന്നൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ മിക്കപ്പോഴും വിളിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ കുറെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരുപാട് ഫ്രണ്ട്സിന്റെ ഉള്ളിൽ ഉള്ള ഒരു ഫ്രണ്ട്. അതായത് നമ്മളല്ല ബെസ്റ്റ് ബഡീസ്. അല്ല, അവൻ ആ സമയത്ത് സൗദിയിലായിരുന്നു. സൗദിയിൽ എന്തോ ഇതിൽ വർക്ക് ചെയ്യാറുണ്ട്. സൗദിയിൽ വെച്ചിട്ട് ഞാൻ ആ സമയത്ത് കറക്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ട് നേരെ ഖത്തറിലേക്ക് പോയി. അപ്പൊ ഞങ്ങൾക്ക് കോൺവെർസേഷൻ കുറച്ചുകൂടി ഈസിയാണ്. അല്ല, എനിക്ക് പണിയൊന്നും ഉണ്ടായില്ല അവിടെ, വെറുതെ പറഞ്ഞു. അതുകൊണ്ടാ ഇവിടെ ഈ കൊച്ചെന്നെ കൊണ്ടെല്ലാം പറയിപ്പിക്കുന്നു. എന്നിട്ട് അവിടെ നല്ല കമ്പനിയായിരുന്നു. പിന്നെ എന്റെ അടുത്ത് അതുവരെ പുള്ളി മോശമായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഈ പുള്ളിയുടെ ഇപ്പൊ കുറെ ചാറ്റൊക്കെ പുറത്ത് വരുന്നത് പെൺപിള്ളേർ റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു കോൺവെർസേഷൻ ഒന്നും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പെൺകുട്ടീനെ കുറിച്ചുള്ള സാധനങ്ങളൊന്നും എന്നോട് പുള്ളി പറഞ്ഞിട്ടില്ല. ഇല്ല. പക്ഷെ ആക്ച്വലി പലരും എന്റെ അടുത്ത് വന്ന് പറയാറുണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നല്ലതല്ല, ആ പ്രശ്നമാണ്, വള്ളിക്കെട്ടാണ് വലക്കെട്ട. ഞാൻ പറഞ്ഞു, എന്റെ അടുത്ത് ഒരാൾ എങ്ങനെയാണ് അതേ ഞാൻ നോക്കേണ്ട കാര്യമുള്ളൂ. സോഫാർ അവൻ ആ സമയം വരെ എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഹി വാസ് ഗുഡ്.
പിന്നെ ആ സമയത്ത് അവന്റെ കണ്ടന്റ്സും കുഴപ്പമില്ലായിരുന്നു. ആ ബാംഗ്ലൂർ ആചാര്യ കോളേജിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ആക്ച്വലി എന്റെ അറിവ് ശരിയാണെങ്കിൽ അനന്തും കുറെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അവനെ ഈ ഫേസ് കാണിച്ച് വീഡിയോ ഏതോ ഒരു സ്റ്റോറിയിൽ എവിടെയോ അനന്ത് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യം എന്റെ കാസറ്റിൽ ഇതുപോലത്തെ വീഡിയോസ് മാത്രമേ വരുള്ളൂ, അവന്റെ ഫേസ് ഇല്ലായിരുന്നു. ഇല്ല, പിന്നെ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് അവന്റെ കൂടി ഒരു ചെറിയൊരു എഫോർട്ട് എന്തോ ഉണ്ടെന്ന് കേട്ടാൽ എനിക്ക് കറക്റ്റ് അറിയില്ല, ഐ എം നോട്ട് ഷുവർ. ഞാനത് സ്റ്റോറി ആയിട്ട് എന്തോ കണ്ടതാണ് അവിടെ. ഓക്കെ, എന്നിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തന്നെ പോയി. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഫസ്മിന എന്നെ കുറിച്ച് ഒരു സ്റ്റോറി ഇട്ടില്ല, സ്റ്റോക്ക് അബൌട്ട് ഹലോ മല്ലൂസ് എന്ന് പറഞ്ഞിട്ട് കുറെ പെണ്ണേഴ്സ് ഉണ്ട് അതാണെന്നൊക്കെ പറഞ്ഞു. അല്ല, ഫസ്മിന ഇങ്ങനെ എന്നെ മെൻഷൻ ചെയ്ത് സ്റ്റോറി ഇട്ട് ഞാനപ്പോ ഇത് ഞാനായിട്ട് എന്ത് വന്നാലും വെറുതെ വന്നിട്ട് എന്റെ ഒരു സാധനം ഇടണം എന്തിനാ. അപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത്. അക്ബറിന്റെ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത്, നമ്മുടെ ബിഗ് ബോസിൽ അക്ബറിന്റെ ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഞാൻ അതിനെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്മിന ചെയ്തൊരു കോണ്ടന്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല റീച്ചായി. സോ ഞാൻ വിചാരിച്ചു മേ ബി അതിന്റെ ഒരു ഇതുമായിരിക്കും, ദേഷ്യം കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ പിന്നെ സംസാരിക്കാൻ നിന്നിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പേഴ്സണൽ അറ്റാക്ക് ചെയ്യാത്തോടത്തോളം കാലം ഇങ്ങനെ ഒരു കോണ്ടന്റിനെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുക, അതവിടെ നിൽക്കുക, തീർന്നു. അപ്പൊ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു സ്റ്റോറി വന്നപ്പോഴേക്കും ഞാൻ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയി. കാര്യം ടെൻഷനായി എനിക്ക്. കാര്യം എന്താ വെച്ചാൽ നമ്മളെ ലൈഫൊക്കെ വിട്ട് ഹാപ്പി ആയിട്ട് നമ്മുടെ കാര്യം നോക്കി നല്ല സമാധാനം സന്തോഷമായിട്ട് ജീവിക്കണ്. അതിന്റെ ഇടയിൽ അനാവശ്യമില്ല അൺനെസസറി ആയിട്ടുള്ള കാര്യം എന്തിനെ കൂടെ നിർണ്ണയം എന്നുള്ള രീതിയിലായി പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് ആ പെണ്ണേഴ്സ് ഈ പെണ്ണേഴ്സ് എന്നൊക്കെ പറയും. ഏത് പെൺപിള്ളേരാന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്കറിയാവുന്ന അല്ലെങ്കിൽ എന്റെ അടുത്ത് കമ്പനിയുള്ള അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്തിട്ടുള്ള കുറച്ച് പേര് എനിക്ക് എന്തായാലും അറിയാം ഏതെങ്കിലും പ്രൊഫൈൽ ലൈഫിലുള്ള സമയത്ത്. അവരിലാരെങ്കിലൊക്കെ ആയിരിക്കുള്ളൂ. അതാണെന്നുണ്ടെങ്കിൽ ഞാൻ ആളോട് കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ ആ പേര് ഉൾപ്പെടെ എടുത്ത് പുറത്തിടേണ്ടി വരും. ഞാൻ പേര് പറയും. കാര്യം ഞാൻ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആരും പോയി പീഡിപ്പിച്ചിട്ടൊന്നുമില്ല. സീരിയസ്ലി പീഡനമൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഫ്രണ്ട്സ് ആയിട്ട് നടന്നത്. ഞാൻ എവിടെയെങ്കിലും എന്റെ ഇപ്പൊ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു പരിചയമില്ലാത്ത ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഫ്രണ്ട്സ് ആയി. എന്നെ സംബന്ധിച്ചിടത്തോളം ആണോ പെണ്ണോ എന്റെ അടുത്ത് എങ്ങനെ പെരുമാറുന്നു അങ്ങനെ ഞാൻ നിൽക്കത്തുള്ളൂ. ആണുങ്ങൾ എങ്ങനെയും പെരുമാറി അങ്ങനെ നിൽക്കൂല കേട്ടോ, അതല്ല ഉദ്ദേശിച്ചത്. എന്നാലും അങ്ങനെ നിൽക്കത്തുള്ളൂ. എല്ലാവരും നല്ല കമ്പനിയായിട്ട് നിൽക്കുള്ളൂ. അപ്പൊ ഇതില് അവിടെ ഞാൻ ഈ പറഞ്ഞ യൂറോപ്പിൽ ഉണ്ടാകുന്ന സമയത്ത് എന്താ പറയാ പല റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഞാൻ അവിടെ ചെന്ന് യൂട്യൂബ് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. അത് അത്യാവശ്യം റീച്ച് പോകുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം റീച്ച് പോകുന്നുണ്ട്. ഈ പറഞ്ഞ ഞാൻ നിന്ന കൺട്രിയിലേക്ക് സ്റ്റുഡൻസിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് അല്ലെങ്കിൽ കോണ്ടന്റിലാണ് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത്. പക്ഷെ ഇവര് അവിടെയുള്ള കുറെ പേര് എന്റെ പേഴ്സണൽ ലൈഫിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ആരുടെ ഒപ്പം പോകുന്നു, എന്താ അതെന്റെ എൻഡ് ഓഫ് ദി ഡേ എന്റെ മാത്രം കാര്യം ഇല്ല. ഇത് ഈ പറഞ്ഞ ആരും ഡീസന്റ് അല്ല. എല്ലാവരുടെയും കാര്യങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഞാൻ ഫസ്മിനെ അടുത്ത് അത് മനസ്സിൽ വെച്ചിട്ട് പറഞ്ഞത് എനിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ പറയേണ്ടത്. ആക്ച്വലി അത് ഫസ്മിനെ അടുത്തല്ല പറഞ്ഞത്, ഹക്കീമിനെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് ഹക്കീമിന്റെ അടുത്ത് പറയണം ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ടുണ്ട്, നീ ഒന്ന് പറഞ്ഞ് ഇതാക്കുക. കാര്യം അവൾ എന്തെങ്കിലും ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവസാനം എനിക്കും കുറെ കാര്യങ്ങൾ ഇത് മറ്റുള്ളവരുടെ ലൈഫിനെ അഫക്ട് ചെയ്യും. കുറെ ഇത് പെൺപിള്ളേർ ആമ്പിള്ളേർ ആരായാലും എല്ലാവരും സെറ്റിലായി അവരവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് പോവുക. ഒരു ടൈമില് നമ്മളെല്ലാരും നമ്മുടെ പ്രായത്തില് ഓരോന്ന് കാണിച്ചു വിട്ടും അന്ന് പറഞ്ഞിട്ട് അതല്ല ജീവിതം. അല്ലെങ്കിൽ ഞാനിപ്പോ അങ്ങനെയൊന്നും അല്ല. ഞാൻ ഭയങ്കര ഡീസന്റ് ആയിട്ട് എന്റെ സ്വന്തം കാര്യം നോക്കി ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഇതൊന്നും വരണം എനിക്ക് താല്പര്യമില്ല. പറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞു ഇതാക്കാൻ പറഞ്ഞു. അപ്പം നല്ല ഡീസന്റ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ പറയാം സംസാരിക്കാൻ. ഞാൻ പറയാം വേണമെങ്കിൽ ഈ ഓഡിയോ നീ ഫോർവേഡ് ചെയ്ത് കൊടുത്തു. പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ടൈമിലാണ് ഇത് എന്റെ ഡിവോഴ്സിന് മുമ്പുള്ള ഒരു വർഷം 1.5 വർഷത്തെ സമയത്താണ് എനിക്ക് എല്ലാ വള്ളിക്കെട്ടും ഒലക്കെട്ടും വന്നേക്കണം. ആ ഒരു സമയത്താണ് കംപ്ലീറ്റ് വള്ളി പിടിച്ച് കിടന്നിരുന്നത്. പിന്നെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഡിവോഴ്സിന് പരിപാടി കഴിഞ്ഞപ്പോ ഞാനാകെ ഡൗണായി. പിന്നെ ഇരുന്ന് കരച്ചിലും ശോകമൊക്കെ ആയിരുന്നു. എന്തിനാണ് ഇതൊക്കെ ചെയ്തു വെച്ചാൽ അതൊക്കെ കഴിഞ്ഞപ്പോ ഓക്കെ ആയി. അത് എക്സ്പെക്റ്റഡ് ആയിരുന്നു അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവും എന്നുള്ളത്. എന്നാൽ പോലും അതൊരു ഹാർഡായിട്ടുള്ള കാര്യം തന്നെയാണ് ലൈഫ്. ശരിയാണ്. അത് വീട്ടുകാരെ പോലെ തന്നെയാണ് ഈ ഒരു ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുന്ന റിലേഷൻ എന്ന് പറയുന്നത്. നമ്മളെ അറ്റാച്ച്ഡ് ആയിരുന്നു. പിന്നെ ഒരു പർട്ടിക്കുലർ ടൈമിൽ എനിക്ക് തന്നെ തോന്നി തുടങ്ങിയത് വർക്ക്ഔട്ട് ആവില്ല എന്നുള്ളത് ആൾക്ക് മ്യൂച്വലായിട്ട് തന്നെ. ഞങ്ങൾ തമ്മിൽ പറഞ്ഞ പോലെ ഒരു പ്രശ്നമായിട്ടൊന്നുമില്ല. ഇപ്പോഴും എനിക്ക് ആ റെസ്പെക്ട് പറഞ്ഞ വ്യക്തിയോടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാര്യം അങ്ങോട്ടൂടെ അവിടേക്ക് എന്തൊക്കെയോ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ആ റെസ്പെക്ട് ഇപ്പം ഉണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് നോക്കുമ്പോൾ അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരാളാണ് അവര്. ഞാനല്ല അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ആളെന്നുള്ള എനിക്ക് മനസ്സിലായി. അത് ആ ലൈഫിൽ അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴേക്കും പ്രശ്നങ്ങൾ കാര്യങ്ങൾ വന്നപ്പോഴാണ് ഞാനും അലമ്പായി പോയത്. അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ മറ്റൊരു വ്യക്തി അവരുടെ ലൈഫിലുണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളി ലൈഫായേനെ. രണ്ടുപേർക്കും രണ്ട് എൻഡിൽ നിൽക്കുന്ന രണ്ടുപേരായിപ്പോ ഞങ്ങൾ രണ്ടുപേരും. ഒരിക്കലും ഒരുമിച്ച് പോകാൻ പറ്റുന്ന ആൾക്കാരാണ്. സോ അത് പിരിയില്ല തന്നെ നല്ലത്. ഓക്കെ, എവിടെയാണ് നമ്മൾ ഹക്കീമിന്റെ നിർത്തിയത്?
നമ്മുടെ ഹക്കീമിന്റെ അടുത്ത് ഫസ്മിനയുടെ കേസ് ഇങ്ങനെ പറഞ്ഞു. അപ്പം സംസാരിക്കാന്ന് പറഞ്ഞ സമയത്ത് അനന്തോനെ വിളിച്ചു പറഞ്ഞു. അനന്ത് പറഞ്ഞിട്ട് ഞാൻ വിളിക്കാൻ, ഞാനത് നോക്കാന്ന് പറഞ്ഞു, സംസാരിച്ചു നോക്കാന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെയോ കുറെ പ്രൂഫുകൾ ഉണ്ടെന്നൊക്കെ പറയണ്ട ഫസ്മിനയുടെ പ്രൂഫുകൾ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അതായത് അനന്തും പറഞ്ഞു, ഹക്കീമും പറഞ്ഞു. ഹക്കീമാണ് മെയിനായിട്ട് പറഞ്ഞത്. ഞാൻ സമയത്ത് ഓക്കെ വാട്ട് എവർ, അത് എന്തുണ്ടെങ്കിലും എനിക്കതായിട്ട് നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കണ്ടന്റ് പിടിക്കാൻ എന്തിനാണ് എന്നൊക്കെ പറഞ്ഞ് അത് നിർത്തി. പിന്നെ ഒന്നുമില്ല, ഒരു വീഡിയോ ഇട്ടുള്ള കാര്യങ്ങളൊന്നും ഫസിയുടെ ഭാഗത്തൊന്നും അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടില്ല. കുറെ നാള് കഴിഞ്ഞ് എനിക്ക് എന്റെ സ്ക്രീൻഷോട്ട് കിടക്കുന്നുണ്ട്. പിന്നെ എപ്പോഴോ വീണ്ടും ഒരു സ്റ്റോറി ഇട്ടായിരുന്നു ഫസ്മിന് ഇതുപോലെ. ഞാനിപ്പോ ആൾക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു എന്തോ ഞാൻ സംസാരിച്ച് തീർത്തടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും, എന്തെങ്കിലും സംസാരിച്ചതിന് ശേഷം നീ വീഡിയോ ഇട്ടോ, അങ്ങനെ ഫസ്മിനടുത്ത് ഞാൻ പറഞ്ഞു നീ വീഡിയോ ഇട്ടോ. പക്ഷെ അതല്ല, നീ കാര്യം എന്താണെന്ന് എന്നോട് ആദ്യം സംസാരിക്കും. കാര്യം ഇത് ആരാ എന്താ എങ്ങനെയാന്ന് എനിക്കൊന്ന് വ്യക്തമായിട്ട് അറിയണം. ചിലപ്പോൾ ആരെങ്കിലും പറയുന്ന ഒരു സാധനം കേട്ടിട്ട് ഓഡിയോ ചാറ്റ് എന്നൊക്കെ പറഞ്ഞ 100 എണ്ണം വേണമെങ്കിൽ എനിക്ക് ആരെയും വേണമെങ്കിലും എടുത്തിടാം. പക്ഷെ അതിൽ എന്താണ് കാര്യം, എന്ത് സിറ്റുവേഷൻ ആണ്, എന്താണ് അതിന്റെ ഒരു ബേസ് എന്നൊക്കെ ഒന്ന് അറിയണം, എന്നിട്ട് വേണം ഇടാന്ന് പറഞ്ഞു. അങ്ങനെ എന്തോ സംസാരിച്ചാൽ തീർന്നു. പിന്നെ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഇല്ല ബ്രോ, ഞാൻ അങ്ങനെ ഒന്നും ഇടാൻ പോകണമെന്നില്ല, അപ്പോഴത്തെ ഒരു ഇതിൽ പറഞ്ഞാണ് എന്ന് പറഞ്ഞ ആള് അത് വൈൻഡപ്പ് ചെയ്ത്. ഞാൻ അപ്പോഴും ചോദിച്ചു ആരാടാ ഈ സംഭവം, പറഞ്ഞു ഇല്ല വേണ്ട ബ്രോ, അതിനിപ്പോ തമ്മിൽ തന്നെ ആവണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുള്ളിക്കാരി ലാസ്റ്റ് ചാറ്റ് അങ്ങനെ. ഇപ്പൊ ഫസ്മിനയുടെ വീഡിയോ വന്നപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ ക്ലിയർ ആയത്. ഫസ്മിന വീഡിയോയിൽ ഇന്ന് അവളുടെ ചാനൽ ഇട്ടിട്ടുണ്ട്, ഇന്ന് 2 ദിവസം മുമ്പ്. അതിലെന്താ പറഞ്ഞു വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതില് പറഞ്ഞത് ഹലോ മല്ലൂസ് എന്ന് പറഞ്ഞ ആളെ കുറിച്ച് കുറെ പെണ്ണേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടാൻ പറഞ്ഞത് ഹക്കീമാണെന്ന്. ഞാനത് കേട്ടപ്പോൾ ലിറ്ററലി ഷോക്കായി പോയി. ഞാൻ ആലോചിക്കുന്നത് ഇവനായിട്ട് ഒരു പ്രശ്നം എനിക്കില്ല, ഇവനായിട്ടൊരു വാക്ക് തർക്കമില്ല, ഇവനെ ഒരു തരത്തിലൊരു ചീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവൻ ഈ ചില സമയത്ത് ഒരിക്കൽ ഏതൊരു ടൈമിലൊക്കെ അവനെന്തോ ഒരു കോണ്ടന്റ് ചെയ്തപ്പോഴൊക്കെ എന്തോ ഞാൻ അവനെ വിളിച്ചിട്ട് കുറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാ, നീ നല്ല രീതിയിൽ പോ, കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ സംസാരിക്കാൻ നല്ലൊരു ഫ്രണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരാള് ഫസ്മിന വന്നിട്ട് പറയുന്നത് അവനാണ് നിർബന്ധിച്ച് എന്നെ കുറിച്ച് ഇങ്ങനെ കോണ്ടന്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്, അതിനുശേഷം ഫസ്മിന പറയുന്നത് വേറെ ഫിറ്റ് വിത്ത് എന്തോ ഒരു ഫിറ്റ് വിത്ത് അങ്ങനെ എന്തോ ഒരു പേര് എനിക്കറിയാൻ. പുള്ളിനെ എന്നെ ഫോളോ, ഞാനും ഫോളോ ചെയ്യുന്നുണ്ട്, എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ആ പുള്ളിനെ കുറിച്ച് ഈ പറഞ്ഞ ഫസ്മിനെ പറഞ്ഞു. ആ പുള്ളിനെ കുറിച്ച് ഇതുപോലെ ഒക്കെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ക്യാഷ് വാങ്ങിക്കാനുള്ള സെറ്റിൽമെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ഇവരുടെ ഫസ്മിനടുത്തൊക്കെ പറയും. ഫസ്മിനെ ഞാൻ കോൺടാക്ട് ചെയ്ത സമയത്ത് ഫസ്മിനെ ലോക്ക് ചെയ്തു. ഇവൻ പറഞ്ഞു നീ സംസാരിക്കണ, ഞാൻ സംസാരിച്ചോളാം. അങ്ങനെയാണ് ഫസ്മിനായിട്ട് കോൺടാക്ട് ചെയ്യാൻ. ഇപ്പൊ എന്റെ നമ്പർ ഉണ്ടായിട്ട് ഞാൻ വിളിച്ചിട്ടില്ല അവളെ ഇതുവരെ. ഇത് കഴിഞ്ഞിട്ടൊന്ന് വിളിക്കാൻ. ലൈക്ക് വേറെ ഒന്നുമല്ല, എനിക്ക് ആരായിട്ടൊരു പ്രശ്നത്തിന്റെ ആവശ്യമില്ല, നമ്മളാരും ഉപദ്രവിക്കാൻ പോയിട്ടില്ല. പിന്നെന്താ അപ്പൊ ആ ഒരു സാധനം പറഞ്ഞപ്പോൾ ഞാൻ ലിറ്ററലി ഭയങ്കര ഷോക്കായി പോയിട്ട് ആ സമയത്ത് തന്നെ ഇപ്പൊ ഈ ലാസ്റ്റ് ദിവസം അവന്റെ മറ്റേ അറിയാണ്ട് ലൈവ് പോയൊരു സീൻ ഉണ്ടായില്ല. അന്ന് കാലത്താണ് എനിക്ക് ഹക്കീമായിട്ട് മുമ്പത്തെ ദിവസം ഈ സെയിം കാര്യം തന്നെ എന്റെ അടുത്ത് മെസ്സേജ് അയച്ചു. ഫസ്മിനയുടെ ഈ ഒരു ഇഷ്യൂ അല്ല എന്റെ അടുത്ത് പറഞ്ഞത്, അതായത് എന്റെ ഒരു പേഴ്സണൽ കാര്യം പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു. ഞാനപ്പോ അത് പറഞ്ഞു, എന്തിനാണ് ഈ ഒരു കാര്യം ഇപ്പൊ എടുത്ത് നീട്ട് സംസാരിക്കുന്നത്, നിന്നുള്ള ഒരു ട്രസ്റ്റിന്റെ പുറത്തുനിന്ന് സംസാരിച്ചതാണ്. അപ്പോഴാണ് പുള്ളി പറഞ്ഞത് ആ വിശ്വാസാഞ്ജലി ഒന്നും ഞാൻ കാണിക്കത്തില്ല കേട്ടോ, പക്ഷെ ഓൾറെഡി വിശ്വാസാഞ്ജലി കാണിച്ചോടാം. അത് എന്റെ അടുത്ത് എല്ലാരും പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത്. എനിക്കത് ഭയങ്കര ഷോക്കായി പോയി. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ അത്ര വലിയ ക്ലോസ് ഫ്രണ്ടോ ഒന്നും അല്ല ഈ പറഞ്ഞ ഹക്കീം. എനിക്ക് അങ്ങനെ വിഷമം തോന്നേണ്ട കാര്യമില്ല. പക്ഷെ ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു വിഷയവും ഇല്ല ഞങ്ങൾ തമ്മിൽ, എന്തിനാണ് ഈ വ്യക്തി ഇങ്ങനെ ചെയ്യണമെന്ന് ചിന്തിച്ചപ്പോഴാണ് ബാക്കിയുള്ള എല്ലാം എനിക്ക് അവിടെ കണക്ട് ആയത്. ഈ എല്ലാരും പറയുന്നതും അനന്തപ്പെടുന്ന വീഡിയോസ് ഒക്കെ എന്തെങ്കിലും സത്യം ഉണ്ടെന്ന് അപ്പോഴേ എനിക്ക് തോന്നിയില്ല. അതുവരെ എനിക്ക് തോന്നിയില്ലായിരുന്നു. അതുവരെ ഹക്കീമിനും അയച്ച ലാസ്റ്റ് ഞാൻ അങ്ങോട്ട് ഓടി അയച്ചിട്ടുണ്ട്. അഥവാ കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അതിനിപ്പോ മൊത്തം അടുത്ത പ്രശ്നത്തോടെ ആയി. ലൈക്ക് അന്ന് ഞാൻ ലാസ്റ്റ് അയച്ച മെസ്സേജ് അങ്ങനെ തന്നെയാണ്. കാര്യം ഞാൻ കണ്ടന്റ് ഇടാനോ നിന്നെ വെച്ച് വീഡിയോ ചെയ്യാനോ നിൽക്കുന്നില്ല. പക്ഷേ അവരുടെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തത് അതിലൊരു കോണ്ടന്റ് സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് നീ റെസ്പോൺസ് കൊടുത്തിട്ടില്ലല്ലോ. നീ റെസ്പോൺസ് കൊടുത്ത് ഹക്കീമേ, എന്നിട്ട് നിന്റെ വീഡിയോ എനിക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ആ സമയത്ത് ഞാൻ ഷെയർ ചെയ്യും. ചിലപ്പോ ഞാൻ കമന്റ് ഇടും. അതെന്റെ ഇഷ്ടമാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്ന കോണ്ടന്റ് ആണത്. ഓക്കെ, അങ്ങനെയൊക്കെ സംസാരിച്ച് തീർന്നു. അപ്പോഴാണ് പിന്നെ പുള്ളി മിസ്സിംഗ് ആയി അറസ്റ്റിലായെന്നൊക്കെ പറഞ്ഞു. ശരിക്കും അന്ന് രാവിലെ തന്നെ ഫുൾ ഔട്ട് ആയിരുന്നു ആണെന്നാണ് എനിക്ക് തോന്നിയത്. കാര്യം എനിക്ക് അയച്ച ലാസ്റ്റ് ഓഡിയോയിൽ അവൻ ഇതുവരെ സംസാരിക്കുന്ന രീതിയിലല്ല സംസാരിച്ചത്. അതിന്റെ സൗണ്ടിനൊക്കെ എന്തോ ഒരു ഭയങ്കര വ്യത്യാസം. ഞാൻ പിന്നീട് ഈ ഒരു വിഷയം വന്നപ്പോ ഞാൻ ശ്രദ്ധിക്കണേ, വാട്ട് ഹാപ്പൻ ടു ദിസ് ഗൈ എന്നുള്ള. ഞാൻ ആ സമയത്ത് തന്നെ അന്ന് വൈകുന്നേരം 2 പേരെയും വിളിച്ചു. ഞാൻ എന്റെ ഒരു ഫ്രണ്ട് അനന്തൂനെയും പിന്നെ സായിനെയും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്കെന്തോ പറ്റിയിട്ടുണ്ട് കാര്യമായിട്ടെന്ന് പറഞ്ഞു.
കാര്യം ഇവന് അങ്ങനെ live വരികയും ചെയ്തില്ലേ? എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവരും ഓക്കെ അന്ന് തന്നെ വൈകുന്നേരം ലൈവിൽ വന്ന് സാധനം കയ്യിൽ പോയി കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. എന്തൊക്കെയോ പറയുന്നുണ്ട്, കൈ തട്ടിയായതാ തോന്നുന്നത്. എന്തൊക്കെയോ പറഞ്ഞതെല്ലാം കേട്ടാ. കേട്ടു. അതിവിടെ പറയണ്ടല്ലോ ഓർത്തിട്ട് വന്നതാ. ഏതോ ഒരു പെങ്കുച്ചിന്റെ പേരൊക്കെ പറഞ്ഞു. ആ പെങ്കുച്ചി ഇന്നലെ കാലത്ത് എനിക്ക് മെസ്സേജ് വേണ്ട പറയണ്ട കട്ട്. അല്ല ഞാൻ കേട്ടായിരുന്നു. അല്ല ആ പുള്ളിയെ ലൈവിൽ പറയുന്ന പെങ്കുച്ചി ഇന്നലെ കാലത്ത് എനിക്കൊരു ഹായ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചിരി ഹായ് ഇട്ടിട്ട് പിന്നെ ആ വഴിക്ക് പോയി. എന്താണോ ഇത് ഈ അവൻ ഞാൻ നേരത്തെ പറഞ്ഞു ഈ വള്ളി മുലയ്ക്ക് എന്റെ ആ വള്ളി പിടിക്കാതിരിക്കാൻ നല്ലത്. എന്താ സംഭവം അറിയത്തില്ല, നമുക്ക് അറിയത്തില്ലല്ലോ എന്താ കാര്യം എന്നുള്ളത്. അവര് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് അയച്ച് എന്തെങ്കിലും പറയട്ടെ പോട്ടെ. അല്ലാതെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് പറയുന്നുണ്ട്, പല ചാനൽസും പറയുന്നുണ്ട്, മെയിൻ സ്ട്രീം മീഡിയസിൽ കുറെ വരുന്നുണ്ട്. സത്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? എന്റെ ഒരു അറിവില് എനിക്കൊരാൾ അയച്ചു തന്ന കേസിന്റെ സ്റ്റാറ്റസ് ഇപ്പൊ കിടക്കുന്നത് കളക്ടിങ് എവിഡൻസ് അങ്ങനെ എന്തോ രീതിയിലാണ്. അതിന് കുറച്ച് ടൈം എടുക്കുന്നത്. ഇവരെല്ലാരും പറയുന്ന പോലെ അപ്പൊ തന്നെ പിടിച്ചുകൊണ്ട് അവരെ കൊണ്ട് അകത്തിട്ടഞ്ചിട്ട് ചാട്ടവാറടിയും കൊടുത്തിട്ട് പുറത്താണ്. എനിക്ക് ലൈക്ക് അത് ഐ മീൻ എന്നെ കുറച്ച് പേര് കോണ്ടാക്ട് ചെയ്ത് കണ്ടവരൊക്കെ എനിക്ക് വീഡിയോസ് അയച്ചു തരുന്നുണ്ട്, പല സ്ഥലത്തും വെച്ച് കണ്ടിട്ട്. ഞാൻ അതിലൊരൊറ്റ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളൂ ഇൻസ്റ്റയില്. അത് ന്യൂസ് ചാനലുകൾ കൊടുത്ത സാധനം തെറ്റാണെന്നുള്ള ഞാൻ ഇന്നലെ എങ്ങോട്ട് കണ്ടായിരുന്നു, കള്ള ബെടുവ എന്നൊക്കെ പറഞ്ഞ്. അല്ല അത് പുള്ളിയായിട്ട് എന്തോ പൊളിയുണ്ടെന്ന് നേരത്തെ. അത് പുള്ളിയുടെ പേര് എന്തോ ഒരു ആ ഒരു ചാനലായിട്ട് എന്തോ ഒരു കേസ് നേരത്തെ ചാനലായിട്ട് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ പേഴ്സണൽ ആയിട്ടുള്ള എന്തോ ഒരു കേസാന്ന് തോന്നുന്നു. ഒരിക്കൽ സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. സ്റ്റോറി ഇട്ടത് ഞാൻ ഓർമ്മയുണ്ട് എനിക്കത്. അത് പക്ഷെ അത്ര ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. മേ ബി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടാവും. എനിക്കത് പേഴ്സണലി അറിയില്ല. അറിയാവുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയത്തുമില്ല. ഞാനിപ്പോ ലാസ്റ്റ് വീഡിയോ താൻ കണ്ടായിരുന്നു. ഞാനത് പറഞ്ഞേക്കുന്നത് അവനെ കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ അവനെ മോശപ്പെടുത്തിയോ നല്ലതും അല്ല. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത ന്യൂസ് ചാനലിൽ കൊടുത്തേക്കണ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ അത്രേ പറഞ്ഞോളൂ. അല്ലാണ്ട് അതിനകത്ത് അറസ്റ്റ് ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയാസ് ഒക്കെ നല്ലോണം കൊട്ടിഘോഷിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ അവൻ ഒരുപാട് വാഴ്ത്തി പറഞ്ഞ് വീഡിയോ ഇട്ട അല്ലെങ്കിൽ ന്യൂസ് കൊടുത്തു തരുന്ന ചാനൽസ് എല്ലാം ഇപ്പൊ ഇത്ര ഇതാക്കി പറയുന്നു. പുള്ളി എന്റെ അടുത്ത് പറഞ്ഞ ലാസ്റ്റ് ഓഡിയോയില് എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ആരൊക്കെ ഒരാളുടെ കാര്യം പറഞ്ഞ ആളുടെ കൂടെ ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ആരും അവരുടെ കൂടെ ഇല്ലല്ലോ. അത് സ്വഭാവം കൊണ്ടാണ്. ഹക്കീമിന്റെ കൂടെ ഇപ്പൊ ആരും ഉള്ളത്? ഞാനൊരു നല്ല ഫ്രണ്ടായിട്ട് തന്നെ നിന്നത്. എനിക്കും വെറുപ്പായത് ഈ ഒരു കേസിലാ. ഞാൻ പറഞ്ഞപ്പോഴേക്കും എനിക്ക് ദേഷ്യം എന്ന് വെച്ചാൽ നമുക്കൊരു ഇഷ്ടക്കേട് വന്നു ഒരാളോട്. എന്തിനാണ് ഈ കാണിച്ചത്? കോണ്ടാക്ട് ഉണ്ടായിരുന്നു, നല്ലൊരു ഫ്രണ്ട് എന്ന രീതിയിൽ കണ്ടിട്ട് എന്തിനാണ് ഈ ചെയ്തു വെച്ചെന്നുള്ള ഞാൻ ഇടയ്ക്ക് ഇരിക്കുമ്പോൾ ആലോചിക്കും. എന്ത് കാര്യം എന്റെ അടുത്ത് ആരും ഇതുവരെ അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല. എന്റെ ലൈഫ് ഇത് തന്നെയാണ് എല്ലാവർക്കും പ്രശ്നം. കാര്യം ഹക്കീമായിട്ട് കമ്പനി ആകുമ്പോൾ പേഴ്സണൽ ആയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ പലരെയും എടുത്തിട്ടിട്ടുണ്ട്. എന്റെ അടുത്തൊരു ടോക്ക് വന്നു. എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞു ഇന്നലെ ഒരു കോളില് ഒരു അപ്പൊ ഈ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങൾ സംഭവിച്ചതിന്റെ പേരിലാണ് എനിക്ക് എത്ര വിഷമം. ഇനിയിപ്പോ എന്തായാലും ഞാൻ ആളായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെയല്ല ഒരു കോണ്ടാക്ട് വയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല. കാര്യം വൺസ് നമുക്കൊരു അനുഭവം ഉണ്ടാക്കി നമ്മൾ അവിടെ നിന്ന് മാറുക, സേഫ് ആവുക. എന്തായാലും പുള്ളി ഞാൻ എന്തൊക്കെ കാണിച്ചു വിട്ടൊന്നും വലിയ പിടുത്തൊന്നുമില്ല. നാട്ടിലേക്ക് വന്നിട്ടില്ല, അവിടെ തന്നെ ഷാർജയിലുണ്ട്. ദുബായ് അല്ല ആക്ച്വലി ഹക്കീമിനെ വെറുക്കാനായിട്ടും ഉള്ള കാരണം ഏറെക്കുറെ പേഴ്സണൽ ലൈഫിലേക്ക് ഇങ്ങനെ കേറി വരുന്നതുകൊണ്ട് മാത്രമായിരിക്കും. കൂടുതൽ കോടതി സ്വയം വിചാരണ കോടതി എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാരെ കോടതി ഇങ്ങനെയല്ല. കോടതി ചെയ്യുന്ന കാര്യങ്ങൾ ഒരാളുടെ പേഴ്സണൽ ലൈഫിലുള്ള അല്ലെങ്കിൽ അയാൾ ഒരാളായിട്ട് ചാറ്റ് ചെയ്യുന്നതോ സംസാരിക്കുന്നതോ കോൾ ചെയ്യുന്നതോ ഇതൊന്നും എടുത്തിട്ട് പുറത്തുള്ളല്ല കോടതിയുടെ പരിപാടി. ഒരു കോടതി അങ്ങനെ ചെയ്യത്തില്ല. അവനിപ്പോ ഇപ്പൊ എല്ലാരും പറഞ്ഞു വെച്ചേക്കുന്ന എസ്പെഷ്യലി അനന്ത് പറഞ്ഞു വെച്ചേക്കുന്ന ഒരു വേർഷൻ വെച്ചാണെന്നുണ്ടെങ്കിൽ പുള്ളി ഇതുപോലെ ഇങ്ങനെ വീഡിയോ ഇടുക, അതിന് ഒരു ക്യാഷ് സെറ്റിൽമെന്റിലേക്ക് പോവാ, അത് നിർത്താം. എന്തോരം കുറെ കേസുകൾ അക്കൗണ്ടൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ടുണ്ടല്ലോ പുള്ളിക്കാരന്റെ. ഓരോ അക്കൗണ്ടിലായിട്ട് വരും, അത് അക്യൂമിനേറ്റ് പറയാറുണ്ട്. നീ മിക്കാറും ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടും ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. ഞാൻ ഇപ്പൊ ഒരു ഇന്റർവ്യൂ എടുക്കാനായിട്ട് ഞാൻ പുള്ളിനെ ഇൻസ്റ്റ വഴിയാണ് മെസ്സേജ് അയച്ചത്. ആ അക്കൗണ്ട് കുറച്ചപ്പോ കാണാനില്ല. അതിപ്പോ അനന്ത് മത്സരിച്ച് പണിയെടുക്കണ്ടല്ലോ. ഓരോ ദിവസവും അവന്റെ ഒരു അക്കൗണ്ട് ഇന്നൊരു അക്കൗണ്ട് ഉണ്ടാവും. പോയി എന്ന് പറഞ്ഞു. അത് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പോയി എന്റെ അക്കൗണ്ട് പോയി. അതിപ്പോ റിവ്യൂല് കിടക്കുക. അത് തിരിച്ചു കിട്ടിയ വായിക്കും. ആ അക്കൗണ്ട് പോലും അറിയില്ലൊക്കെ ഇപ്പൊ രണ്ടുപേരും മത്സരം ഓർന്ന് ഇപ്പൊ അത് നല്ല ലീഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് സന്തോഷം ഉണ്ടാളിയ നിന്റെ കാര്യത്തില്. എത്രാമത്തെ അക്കൗണ്ടാണ് കളഞ്ഞിരിക്കുന്നത്. ഇല്ല ഇപ്പൊ പറഞ്ഞില്ല. അവന് അക്കൗണ്ട് തുടങ്ങുമ്പോ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡീആക്ടിവേറ്റ് ആയി പോകണത്. പുള്ളിയായിട്ടൊന്നും റിപ്പോർട്ടിംഗ് അല്ല, ഡാം ഷുവർ റിപ്പോർട്ടിംഗ് അല്ല. അതെനിക്ക് നല്ല അനുഭവം ഉണ്ട്. അത്
അവന്റെ ഒരു ലാസ്റ്റത്തെ ഒരു അക്കൗണ്ടിന്റെ കേസിൽ എനിക്ക് നല്ല അനുഭവമുണ്ട്. അക്കൗണ്ട് ക്രിയേറ്റ് ആയത് വിത്തിൻ ഒരു 1.5 മണിക്കൂർ ആ ഗ്യാപ്പിലാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും അക്കൗണ്ടിൽ ഒരു വീഡിയോ വരുന്നതും വിത്തിൻ സെക്കൻഡ് പോവുക. ആ റിപ്പോർട്ട് അടിച്ചതൊന്നും അല്ല അത്. റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇട്ട വീഡിയോക്ക് എനിക്ക് 45 വ്യൂവേ വന്നിട്ടുള്ളൂ. 2 ഫോളോവേഴ്സേ അക്കൗണ്ടിലുള്ളൂ. ഇല്ല, അത് മെറ്റയുടെ തന്നെ എന്തോ ഡിറ്റക്ട് ചെയ്തതാ. അവന്റെ സൗണ്ടും ഫേസും വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്തിട്ട് സാധനം പോണെന്ന്. ഇല്ല, ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിന്റെ കേസ് പുള്ളിയുടെ കേസിൽ എങ്ങനെയാന്നുള്ളത് മേ ബി പറ്റുമായിരിക്കും കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ. എന്തോ ഒരു പോളിസി ഉണ്ട്, പോളിസിയുടെ പേര് ഞാൻ മറന്നുപോയി. യൂട്യൂബിലുണ്ടാ സെയിം ഒരു ഇത്. അതായത് നമ്മുടെ വീഡിയോ എന്തോ അല്ല അക്കൗണ്ട് എന്തോ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് വേറെ വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സെയിം ഐ ഡി പറ്റത്തില്ല എന്നാണ്. പക്ഷെ നമ്മളിപ്പോ വേറെ ഐ ഡി എടുത്താലും മൊബൈൽ നമ്പർ അതാണെങ്കിൽ ഡിവൈസ് മാറ്റണം ശരിക്കും പറഞ്ഞാൽ. ഞാനങ്ങനെ ഡിവൈസ് മാറ്റിയിട്ടാണ് ചെയ്തത്. ഇപ്പൊ എന്റെ ചാനൽ വേറെ ഡിവൈസിൽ ഞാൻ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ സോഫാർ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടില് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ ലോ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അല്ല, അത് നിയമമായിട്ട് മാത്രമേ സാധനം ഉള്ളൂ. പക്ഷെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇല്ല. സോഷ്യൽ മീഡിയയിൽ ഒരാളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് തെറ്റുകാരനാണെങ്കിൽ അയാൾ തിരിച്ചൊന്നും വന്ന് പറയൂല. ഇത് തന്നെ റിപ്പോർട്ട് അടിച്ച് ചാനലിലൂടെ അത്രയും പേടിയുള്ള ആൾക്കാരുള്ളത്. ആനന്ദിന്റെ എത്രാമത്തെ അക്കൗണ്ട് പോയി അന്ന് ഓപ്പോസിറ്റ് ആൾക്കാർക്ക് എന്തെങ്കിലും പറഞ്ഞു തന്നൂടെ? ആകെ അനൻഷയുടെ മാത്രം ഒരു എക്സ്പ്ലനേഷൻ കണ്ടു. അത് ഞാൻ കണ്ടിട്ട് എനിക്ക് അത്ര കൺവിൻസിംഗ് ആയിട്ട് തോന്നിയൊന്നുമില്ല. ഹനാൻഷയുടെ എന്നോട് ഇന്ന് പറഞ്ഞതാണ് ഹനാൻഷയുടെ പേര് വെച്ചിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അക്കൗണ്ട് പോവുകയാണോ അല്ലെങ്കിൽ വീഡിയോ പോവുകയാണെന്നുള്ളത്. അപ്പൊ ഇനിയിപ്പം നെക്സ്റ്റ് എന്താണ് ഈ പ്ലാൻ ഉള്ളത്? എന്റെ പ്ലാനാണ് ഹക്കീമിന്റെ പ്ലാനാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. പുള്ളി അങ്ങനെ പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ കാര്യത്തില്. അല്ല, എങ്ങനെങ്കിലും ഊരി പോന്നു കഴിഞ്ഞാ കിട്ടിയതൊക്കെ തിരിച്ചു കൊടുക്കുക. പക്ഷെ ഉറപ്പാ എനിക്കൊക്കെ എന്താണോ കിട്ടും. പക്ഷെ ഞാനായിട്ടൊന്നും പ്രശ്നമില്ല. എപ്പോഴും സ്റ്റിൽ ഒരു വിഷയങ്ങളിലൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവനോട് തന്നെ പറയുന്നുണ്ട്. ഈ ബാംഗ്ലൂരിലെ കേസിൽ പുള്ളി എടുത്ത ഇനിഷ്യേറ്റീവിൽ അവിടെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ബാംഗ്ലൂർ അവനെ അറസ്റ്റ് ചെയ്തു? ഇല്ല, പുള്ളിനെ അറസ്റ്റ് ചെയ്തല്ല, പുള്ളി കൊടുത്ത ഇൻഫർമേഷൻ അതിനാണല്ലോ ശരിക്കും പുള്ളിക്കാരൻ കയറി വന്നത്. എന്റെ കാസറ്റ് വെച്ചിട്ട് അത് കഴിഞ്ഞപ്പോൾ കൂടുതൽ ആൾക്കാരും ഫോളോവേഴ്സും പുള്ളിനെ ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങിയത്. ഫേസ് വാല്യൂ ഉണ്ട്. അനന്തൂരാണെങ്കിലും ഹക്കീമിനാണെങ്കിലും നല്ല ഫേസ് വാല്യൂ ഉണ്ട്. ഇപ്പൊ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വേണമെന്നൊന്നുമില്ല ഇപ്പൊ പറഞ്ഞ 2 പേർക്കും.